നമസ്കാരം, ഞാൻ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിഷനിലാണ്. സങ്കീർത്തനം 118:24. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കുക. ഒത്തിരി അത്ഭുതം നിറഞ്ഞൊരു വചനമാണ്. എല്ലാ പ്രഭാതത്തിലും എല്ലാ ദിവസവും എല്ലാത്തിലും നന്മ കാണാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ദിവസം ഒരു അനുഗ്രഹമാണ്, ഈ പ്രകൃതി ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഞാനിരിക്കുന്നത് ചള്ളിക്കവട്ടത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ആറാട്ട് കടവ് എന്ന് പറഞ്ഞാൽ ആ ബോട്ട് ജെട്ടിക്ക് അടുത്താണ്. ഇതൊരു വാക്ക് വേലാണ്. വളരെ മനോഹരമായിട്ട് മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച ഒരു പ്രകൃതി രമണീയത നിറഞ്ഞ ഈ പുഴയുടെ തീരത്താണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജോളിനോട് പറഞ്ഞൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞു. പ്രഭാസവാരിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ രണ്ട് പേരൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിങ്ങനെ വിശ്രമിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോൾ അതിലൊരാൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നോക്കുക, ഈ മരം ഒരു പാഴ്മരമാണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് ഒരു അത്തിവൃക്ഷത്തേലാണ്. അപ്പോൾ ജോലി പറഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് കയറിക്കോളാനാണ് പറഞ്ഞത്, താഴെ എന്നോ പറഞ്ഞ് കയറിക്കോ. അപ്പോൾ ഞാനങ്ങനെ കയറിയിരിക്കുകയാണ്. ഈ മരം ഒരു പാഴ്മരമാണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവിടെ അതിൻ്റെ അടിയിൽ കുറേ നേരം വിശ്രമിച്ച് തണലും കിട്ടിയിട്ട് പോകാൻ നേരമാണ് മറ്റവൻ ഈ കുറ്റം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്ത് കാര്യം കണ്ടാലും കുറ്റം പറയുന്ന ആൾക്കാർ. ഒരു ഡെഫിനേഷനും കിട്ടിയില്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, കുറ്റമേ വരൂ. കാഴ്ചയിലൊക്കെ നല്ല ഭംഗി, നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിരിക്കും. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, നോക്കുക, എത്രയോ ആളുകൾക്ക് ഇതിനകം തണൽ കൊടുത്ത ഒരു മരമാണിത് എന്ന്. ഒരാൾ പറഞ്ഞു ഇതൊരു പ്രയോജനവുമില്ല, ഇതൊരു പാഴ്മരമാണ് എന്ന്. എന്നാൽ മറ്റേ ആൾ പറഞ്ഞു കരിഞ്ഞുണങ്ങി വരണ്ടു വന്ന എത്രയോ ആളുകൾക്ക് ഇതിനകം വിശ്രമവും തണലും കൊടുത്ത ഒരു മരമാണിതെന്ന്. ജീവിതത്തിൽ ഏത് കാര്യത്തിലും നമുക്ക് നല്ലതും കണ്ടുപിടിക്കാം, തിന്മയും കണ്ടുപിടിക്കാം. പക്ഷേ തിന്മ കണ്ടുപിടിച്ചുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. നല്ലത് കണ്ടുപിടിക്കുന്നതാണ് നമുക്കും ഈ പ്രകൃതിക്കും എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ഒരു പോസിറ്റീവായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, പിരിമുറുക്കങ്ങൾ, കുറ്റം കാണുന്ന പ്രവണതകളെല്ലാം വർദ്ധിച്ചു വരും. കുറ്റം കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ചിലരുണ്ട് ഒന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് സദ്യക്ക് പോയിട്ട് എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ സദ്യക്ക് ക്ഷണിച്ചു. എല്ലാം പെർഫെക്റ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇനി എന്ത് പറയുമെന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ സദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവർ ചോദിച്ചു, എന്താ ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം ഇതാണ്, പഴം വളഞ്ഞിരുന്ന് വെച്ചെന്ന്. സദ്യക്ക് കിട്ടിയ പഴം വളഞ്ഞിരുന്ന് വെച്ച് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കുന്നവർ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെയുണ്ട്. കമൻറ്റ് ചെയ്തേക്കണേ എന്താ അനുഭവങ്ങളെന്ന്. അത് നെഗറ്റീവ് ആകാൻ വേണ്ടിയല്ല, അതെല്ലാം ചവിട്ടുപടിയായിട്ട് മാറ്റുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ ചെയ്യുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം അവർക്കൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുണ്ടാകും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് റിയലൈസേഷൻ, അവനവനെ തന്നെ അറിയുക. മറ്റെന്തെല്ലാം അറിഞ്ഞാലും ഏതെല്ലാം അറിവ് നേടിയാലും അവനവനെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ആരെല്ലാം തിരുത്താൻ നോക്കിയാലും മാറ്റാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ഒരു ജീവിതം നമുക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ഈ തണൽ മരത്തിൻ്റെ കാര്യം തന്നെ, ഇതിനകം എത്രയോ പേർക്ക് ഇത് തണൽ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എവിടെയാണ് നട്ടത്, ഏതാണ് സാഹചര്യം, അത് എൻ്റെ വീട്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ആൾക്കാർ ശരിയല്ല, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, എൻ്റെ ജോലി ഇങ്ങനെയാണ്, അങ്ങനെയല്ലത് നോക്കി ഒന്ന് തെന്നിയ ഈ പുഴയിലോട്ട് മറിഞ്ഞു വീഴും. അത്രക്കറ്റപ്പറ്റയാണ് ഈ മരത്തിൻ്റെ നിപ്പ്. പക്ഷേ നട്ടെടുത്ത് നിന്ന് അത് അതിൻ്റെ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ തിരക്കില്ലാത്ത സമയത്ത് അനേകം പക്ഷികളൊക്കെ വന്ന് ഇതിൽ കയറി ഇറങ്ങി വിശ്രമിച്ച് ഒക്കെ പോകും. പക്ഷേ ഈ ജീവജാലങ്ങളുടെ എല്ലാം ഒരു വിഹാര കേന്ദ്രമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ളതാക്കി തീർക്കണമെങ്കിൽ കുറവുകളിലേക്ക് നോക്കിയിട്ട് ആരും പൂർണ്ണരല്ല. നമ്മൾ പൂർണ്ണരാകാനുള്ള യേശു പറഞ്ഞ വാക്കുകൾ, എൻ്റെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാവുക എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.